ഖൽബ് കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെയൊന്നും അല്ലാതെ ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഏറ്റവും പേടി തോന്നുന്നൊരു വാക്ക്. അത് പറയാൻ എനിക്കർഹതയില്ല, പക്ഷെ പറയണ്ടേ. വലൗലം യഅദു ഫിന്നാസി മൻ ഹുവ മുദ്നിബു ഫമൻ യഅദുൽ ആസീന ബഅദ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ പറയും മുമ്പ് തന്നെ പറയാൻ, അത് പറയാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷേ തെറ്റ് ചെയ്യാത്തവർ മാത്രമേ വഅദ് പറയാവൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ കാലശേഷം ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ യോഗ്യത ഉണ്ടാകുമോ? അതുകൊണ്ട് പറയാൻ വയശീബുൽ മർഉ ഫിൽ ഇസ്ലാം വലം തുഖ്ബൽ ലഹു സ്വലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മുസ്ലിമായി ജനിച്ച് തല നിരപാദിക്കുന്ന കാലം വരെ നിസ്കരിച്ചിട്ട് വലം തുഖ്ബൽ ലഹു സ്വലാഹ്, ആ മനുഷ്യന്റെ ഒരു നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കാത്തത് കാണും. ഒരൊറ്റ നിസ്കാരം പോലും അല്ലാഹു കബൂലാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ എത്രയോ പ്രായമായി മരിച്ചു പോകുന്നവരെ ഒരുപാട് കാലത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ അല്ലാഹു കബൂലാക്കിയോ, അല്ലാഹു സ്വീകരിച്ചുവോ? പേടിക്കണം എന്നാണ്. അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കബൂലാക്കട്ടെ. ന്യൂനതകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലാഹു നമുക്കത് പുറത്തു തരട്ടെ. അതുകൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പറയുന്ന ദിക്റാണത്. അല്ലാഹുവേ പുറത്തു തരണേ, അല്ലാഹുവേ പുറത്തു തരണേ, അല്ലാഹുവേ പുറത്തു തരണേ. ചെയ്തു പോയത് തെറ്റാകുമ്പോഴാ മാത്രമാണോ അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ടത്? അല്ല എന്നതിന്റെ ഒരു തെളിവ് ഇത് തന്നെയാണ്. തെറ്റ് ചെയ്യാത്തവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നി ലസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 70 മറ ഔ 100 മറ, 70 100 തവണ ഒരു ദിവസം ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്ന വാക്കാണ് റബ്ബേ പുറത്തു തരണേ, അല്ലാഹുവേ പുറത്തു തരണേ, അല്ലാഹുവേ മാപ്പ് തരണേ. എന്തായാലും നിസ്കരിച്ചത് കുഴപ്പമായിരുന്നോ? അല്ലാഹ് അഞ്ഞ് ചെയ്യൂലെന്ന്, അതാണ് ഞാൻ പറഞ്ഞതിൽ അർത്ഥം. അല്ല, റബ്ബേ ഞാനൊരു തക്ബീർ കൊണ്ട് തുടങ്ങി തസ്ലീം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്റെ നിസ്കാരം. റബ്ബേ ഇതിൽ വേണ്ട വിധത്തിൽ നിന്നെ ഓർക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ, അതുകൊണ്ട് പുറത്തു തരണം കേട്ടോ, മാപ്പാക്കി തരണേ. എന്നിട്ട് ദുആ ചെയ്യണം. മഹാനായ സ്വഹാബിയെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്. എന്തൊരു രസമുള്ള ഭാഗമാണത്. നബി തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ശൈലി നോക്കണം. 16 വയസ്സുള്ളപ്പോഴാണ് പറഞ്ഞത് മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, വഹുവ ഇബ്നു 16 സന, 16 വയസ്സാണ് പ്രായം. മഹാനായ മുആദ് തങ്ങളോട് പറഞ്ഞു, മുആദേ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്. അവിടെ സ്ഥലങ്ങൾ പറയുമ്പോൾ എനിക്ക് ആ ഹദീസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മ. ആ ഒരു ഹബ്ബ് ഉസ്താദിന്റെ ഖൽബിൽ നമ്മോട് എല്ലാവരോടും ആ ഒരു സ്നേഹം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അവിടെയൊക്കെ ദുആയൊക്കെ അല്ലാഹു നമുക്ക് തരട്ടെ. സ്നേഹമുള്ളവരോട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് പറയൽ സുന്നത്തുണ്ട്. ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അല്ലാഹുവിനെ വിചാരിച്ച് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. അപ്പൊ പറയണം, മഹബ്ബക്കല്ലദീ അഹ്ബബ്തനീ ഫീഹി, നിങ്ങൾ ഏതൊരു അല്ലാഹുവിനെ വിചാരിച്ച് എന്നെ ഇഷ്ടപ്പെട്ടുവോ അല്ലാഹു നിങ്ങൾ ഇഷ്ടപ്പെടട്ടെ. ഇതേ പ്രേമിക്കുന്നവർക്ക് പറയാനുള്ളതല്ല, അത് മനസ്സിലാക്കി തിരുത്തി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് അടുത്ത ഫിത്നയായിട്ട് വരുവേ. ഓരോന്നും തിരുത്തി വേറെ 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 പറഞ്ഞു കൊടുക്കേണ്ട കാലമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ തമ്മിൽ മുഅ്മിനാത്തുകൾ തമ്മിൽ നിബിധങ്ങൾ പറയാണ്, ഇന്നി വല്ലാഹി ലഉഹിബ്ബുക യാ മുആദ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം മുആദ്, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. 16 വയസ്സാണ്, ചെറുപ്പക്കാരനായ ആളോട് 50 കഴിഞ്ഞ നബിതങ്ങളാ പറയുന്നത്, നിങ്ങളോട് എനിക്ക് ഇഷ്ടമുണ്ട് മുആദേ, അതുകൊണ്ട് ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാഹ്, ഏത് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോഴും മുആദേ ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന വാക്കുകൾ പറയാതെ എഴുന്നേറ്റ് പോവരുതേ. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മുആദേ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് മുആദേ. ഇത് പറഞ്ഞപ്പോ മുആദ് അങ്ങ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് നിങ്ങളോടും സ്നേഹമുണ്ട് നബിയേ.
അപ്പൊ നബി തങ്ങൾ സമ്മാനം കൊടുക്കുക. സ്നേഹമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സമ്മാനം വരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം. ആ സമ്മാനം നബി കൊടുത്തതെന്താണ്? മുആദേ, നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് പറയണം, എപ്പോഴും പറയണം, നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞേക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിച്ചു തരണം. നമ്മൾ അങ്ങനെ അല്ലാഹുവോട് ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും, റബ്ബേ നിന്നെ ഓർക്കാൻ എനിക്ക് നീ എപ്പോഴും തൗഫീഖ് തരണേ റബ്ബേ, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിച്ചു തരണം റബ്ബേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും നീ എന്നെ സഹായിക്കണം റബ്ബേ. വഹുസ്നി ഇബാദതിക, വളരെ നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണം കേട്ടോ റബ്ബേ. അപ്പോഴാണ് എന്റെ നിസ്കാരം നന്നാവുന്നത്, അപ്പോഴാണ് എന്റെ നോമ്പ് നന്നാവുന്നത്, അപ്പോഴാണ് എന്റെ ഉംറയും എന്റെ ഹജ്ജും നന്നാവുന്നത്, അപ്പോഴാണ് എന്റെ സ്വതക്ക നന്നാവുന്നത്, അപ്പോഴാണ് എന്റെ തിലാവത്തുൽ ഖുർആൻ നന്നാവുന്നത്. നിനക്ക് ശരിക്ക് ഇബാദത്ത് ചെയ്യാൻ മുആദ് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ പിന്നെ ഞാനത് മറന്നിട്ടില്ല. 16-ാം വയസ്സിൽ തുടങ്ങി വാർദ്ധക്യം പ്രാപിക്കുമ്പോഴും മുആദ് റളിയല്ലാഹു തആല അൻഹു ഇത് ചൊല്ലാറുണ്ട്. നമ്മളൊക്കൊന്ന് ചൊല്ലിക്കോളൂ, നിങ്ങൾ ചൊല്ലുന്നവരാണ്, അറിയുന്നവരാണ്. ഒന്ന് ഓർത്തെടുക്കാൻ ഒന്നുകൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അറിയാത്തവര് ശരിക്കും ഇന്നത്തെ ഈ ദർസ് നമ്മൾ ഇവിടത്തെ ഒരു ക്ലാസ്സിലിരുന്ന് പോകുമ്പോ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലെ, മജ്ലിസുൽ ഇൽമാക്കി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ഒന്നും കേട്ട് ഒന്നും ഓർമ്മയില്ല, ഇത് മറക്കരുത്. അത് നിങ്ങൾക്കുള്ളൊരു സമ്മാനമായിട്ട്, ഓർമ്മയില്ലാത്തവർക്ക്, പണ്ഡിതന്മാരും ആലിമീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സാണ്, അവരോടല്ല ഞാൻ പറയുന്നത്, സാധാരണക്കാരായ ആളുകളൊക്കെ അത് പഠിച്ചു വെക്കണം. അതുകൊണ്ട് ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇനി ഒരുമിച്ചാണ്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ ദിക്രിക വഹുസ്നി ഇബാദതിക. അത് ഓർമ്മ ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്തു. പക്ഷെ എനിക്കത് ചൊല്ലാൻ പറ്റും, എനിക്ക് ഇനി രണ്ടാമത് പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കിട്ടിക്കഴിഞ്ഞു എന്ന് തോന്നുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ, ഇതെനിക്ക് ഓർമ്മ ഉണ്ടാവുന്നത്. അൽഹംദുലില്ലാഹ്, അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നിങ്ങൾ കൊണ്ടുപോവുക, അത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്, എനിക്കും നിബിതങ്ങൾ തന്ന സമ്മാനം. നിസ്കാരത്തിന്റെ കൂടെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അല്ലാഹുവേ നീ പുറത്തുതാ റബ്ബേ, ഞാൻ എന്റെ നിസ്കാരം സലാം വീട്ടിയിരിക്കുകയാണ്, നീ ഇത് സ്വീകരിച്ചോ എന്നറിയില്ല റബ്ബേ, നീ പുറത്തുതാ, നീ പുറത്തുതാ, നീ പുറത്തുതാ എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ, നിനക്ക് നന്ദി ചെയ്യാനും ശരിയായ ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കുകയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.